സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഈ ദിവസം ഒരു പ്രത്യേകമായ വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കാം. ഏതാണ് ആ വിഷയം? കുടുംബത്തെക്കുറിച്ച്. നിങ്ങളിൽ എത്ര പേർ കുടുംബമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്? കൈ ഉയർത്താമോ? വളരെ നന്ദിയുണ്ട്. ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കാൻ എളുപ്പമാണ്, എന്നാൽ ഒരു കുടുംബത്തെ ഒരുമിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭാര്യയും മക്കളും ഭർത്താവും മാതാപിതാക്കളും അങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ട് ഒരു സ്ഥലത്ത് കൂടി വരണമെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പിശാചിന് കുടുംബത്തെ വേർപിരിക്കുവാൻ കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവന് ലോകത്തെ ജയിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ആദ്യത്തെ കുടുംബത്തെ തന്നെ തകർത്തത്. ഏതാണ് ആദ്യത്തെ കുടുംബം? ആദാമും ഹവ്വായും. അവർ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ലല്ലോ എന്ന് ചിലർ പറയാനിടയായി. കൊള്ളാം. വിദേശ രാജ്യങ്ങളിലെ പോലെ ഭാരത രാജ്യത്തിനും ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഇല്ലായിരുന്നു. എന്നാൽ ഈ കാലത്ത് നാമും അങ്ങനെയായിരിക്കുന്നു. വിവാഹമോചനം എന്ന വാക്കുപോലും ഒരു കാലത്ത് കേൾക്കുകയില്ലായിരുന്നു. ഭാര്യ എങ്ങനെയാണെങ്കിലും ഭർത്താവ് എങ്ങനെയായിരുന്നെന്നാലും വേണമെങ്കിൽ സംസാരിക്കാതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരുമിച്ചവർ ജീവിക്കുമായിരുന്നു, വേർപിരിയുകയില്ലായിരുന്നു. എന്താണ്? ഒരേ കുടുംബത്തിൽ തന്നെയായിരിക്കും, എന്നാൽ പരസ്പരം സംസാരിക്കത്തില്ല. കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് നിർത്തി പറയും, മോനെ അപ്പനോട് പറയാ ചോറെടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പാ അമ്മ പറഞ്ഞ് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ കഴിച്ചോളാം, പോകൂ എന്ന് പറഞ്ഞു. അമ്മേ അപ്പൻ പറഞ്ഞു കഴിച്ചോളാം, പോകൂ എന്ന്. കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് നിർത്തി അങ്ങനെ അവർ ഉപയോഗിച്ചിരുന്നു. എപ്പോഴാണോ ആദാമിൻ്റെയും ഹവ്വായുടെയും മധ്യത്തിൽ അവർ രണ്ട് ശരീരമായി ഇരുന്നിട്ടും ഒരേ മനസ്സില്ലാതായത്, പിശാച് എന്താണ് ചെയ്തത്? ഐക്യത നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവം ഹവ്വായെ മുൻപിൽ കൊണ്ടു നിർത്തിയപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായിട്ടുള്ള ഇവൾ നരനിൽ നിന്ന് വന്നിരിക്കാൽ ഇവളെ നാരി എന്ന് വിളിക്കുമെന്ന് പാട്ടുപാടാനിടയായി. സന്തോഷിച്ചു, ആലിംഗനം ചെയ്തു. എന്നാൽ തിന്നരുതെന്ന് കൽപ്പിച്ച പഴം തിന്നപ്പോൾ ദൈവം അവനോട് എന്തുകൊണ്ട് തിന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി മാംസത്തിൽ നിന്ന് മാംസവുമായ എൻ്റെ ഭാര്യ തന്നാൽ തിന്നുവാൻ പാടില്ലയോ എന്ന് ചോദിച്ചോ? അങ്ങനെ പറഞ്ഞല്ലേ. പിന്നെ എന്താണ് പറഞ്ഞത്? നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്നിരിക്കുന്നതായി. എന്താണ്? കൂടെ ഇരിപ്പാൻ. ഏതായാലും എനിക്ക് വെച്ചു വിളമ്പി തരാനെന്ന് പറഞ്ഞില്ല. നീ എന്നോട് കൂടി ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ തന്നതുകൊണ്ട് തിന്നെന്നാണ് പറഞ്ഞത്. അതായത് വേർപെടുത്തുകയാണ്. മുടിയനായ പുത്രൻ തിരികെ വന്നപ്പോൾ അവൻ്റെ പിതാവ് സന്തോഷിച്ചപ്പോൾ മൂത്ത പുത്രൻ വിഷമിച്ച് ദുഃഖിക്കുവാനിടയായി. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ നിന്റെ സമ്പത്തെല്ലാം തിന്നുമുടിച്ചു, വേശ്യകളോടൊപ്പം തിന്നുമുടിച്ചിട്ട് വന്നു. അവനെന്ന് പറയുന്നു, നോക്കുക നിന്റെ മകൻ വന്നിരിക്കുന്നു. പിതാവിനോട് പറയുകയാണ്, നിന്റെ മകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്. അനുജൻ നിനക്ക് ആരായും തീരും? പിതാവിൻ്റെ മകൻ നിനക്ക് ആരാകുന്നു? നിനക്കാരാകുന്നു അവൻ? സഹോദരനാകുന്നു. എൻ്റെ അനുജനെന്നല്ല പറയുന്നത്, നിന്റെ മകനെന്നാണ് പറയുന്നത്. അന്നു മുതൽ ഇന്നു വരെയും ഇതാണ് സഹോദരങ്ങളുടെ ഇടയിലെ വഴക്ക്. സഹോദരിമാരാണെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സഹോദരിമാരെ നിങ്ങൾ പറയുന്നത്? എൻ്റെ വീട്ടിലേക്ക് പോകുവാനിടയാകുമെന്ന്. ഏതാണ് നിങ്ങളുടെ വീട്? സ്വന്തം വീട്? കെട്ടിച്ചു വിട്ട വീടാണോ? കല്യാണം കഴിക്കുന്ന സമയത്ത് ദൈവദാസൻ ഇങ്ങനെ പറയുവാനിടയാകും. ഇനിയും മാതാപിതാക്കൾ കരങ്ങൾ പിടിച്ചേൽപ്പിച്ച ശേഷം പറയും ഭർത്താവിനോട്, നിന്റെ സമ്പത്തിലും സമൃദ്ധിയിലും സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഇവൾക്ക് എത്ര ഭാഗമാണുള്ളത്? കുമാരി, നിന്റെ പിതാവിൻ്റെ ഭവനത്തെ മറക്കൂ എന്ന് വചനം പറയുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ചില ഭർത്താക്കന്മാർ സാരി വാങ്ങിച്ചിട്ട് വന്നാൽ ഭാര്യയ്ക്ക് കൊടുക്കില്ല, അമ്മയുടെ കയ്യിൽ കൊടുക്കും. അതുപോലെ ഭാര്യയ്ക്ക് സാരി വാങ്ങിച്ച അമ്മയ്ക്ക് കൊടുക്കില്ല, അമ്മയോട് പോയി വേറെ വാങ്ങിക്കാൻ പറയും. അതും ശരിയല്ല. പുരുഷൻ മാതാപിതാക്കളെ വേർപിരിഞ്ഞ് ഭാര്യയോട് ചേരും. ഒന്നാമത്തെ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണം. എപ്പോഴത് സംഭവിക്കുമോ അപ്പോഴായിരിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. ഈ കാലത്തുള്ള ക്രിസ്തീയ സമൂഹത്തിലും ഇങ്ങനെ നടക്കാറുണ്ട്. പ്രസംഗം ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഒരുമിച്ച് ആരാധിക്കുന്നുണ്ട്, എന്നാൽ ഐക്യത നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത് പിശാച്. നിങ്ങളെപ്പോഴും കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, മറ്റു വിഷയത്തെ കുറിച്ച് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ചില സഹോദരന്മാർ യൂട്യൂബിൽ എനിക്ക് കമൻ്റായിട്ട് ഇടുവാൻ ഇടയായി. അതെയോ, ഞാൻ എപ്പോഴും കുടുംബത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ഞാൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? കർത്താവേ, എന്താണിത്? കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലേ എന്ന് ഞാൻ പ്രാർത്ഥന ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമേ കുടുംബമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ളത് കുടുംബമാണ്.
അവൻ നമ്മുടെ പരമപിതാവാണ്, നാം എല്ലാം അവൻ്റെ മക്കളുമാണ്. കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബം സ്വർഗത്തിൻ്റെ ഒരു മാതൃകയാണ്. സ്വർഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് കുടുംബത്തെ അവൻ മാതൃകയായിട്ട് കാണിച്ചു. എന്നാൽ സാത്താൻ അവിടെ തന്നെ കയറി, കുടുംബത്തിൽ കയറി ഭാര്യയെയും ഭർത്താവിനെയും വേർതിരിച്ചിട്ട് ഭിന്ന അഭിപ്രായങ്ങൾ കൊണ്ടുവന്ന് സ്വർഗത്തെ പോലെ ആയിരിക്കേണ്ട കുടുംബത്തെ നരകമാക്കി മാറ്റിയിരിക്കുന്നു. സംസാര സാഗരമെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള പ്രതികൂലത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. അതുകൊണ്ടാണ് നാം പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് നമ്മുടെ കുടുംബത്തെ പണിയണം. എൻ്റെ പിതാവ് ഒരു ഡെപ്യൂട്ടി എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. യേശുവിനെ അറിയില്ലായിരുന്നു, മാനസാന്തരപ്പെട്ടിട്ടില്ലായിരുന്നു. രാത്രി മുഴുവൻ മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് ചീട്ട് കളിച്ച് ക്ലബിലൊക്കെ കറങ്ങിയിട്ട് അർദ്ധരാത്രിയാവുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളുടെ വീടിനരികിൽ തന്നെ ഒരു ചർച്ചുണ്ടായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ദൈവദാസൻ വന്ന് പറഞ്ഞു, സാറേ, എഞ്ചിനീയർ സാറേ, ഞങ്ങളുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ പ്രസന്റേഷൻ നിങ്ങളിൽ കൂടി തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വലിയൊരു സാറാണല്ലോ, എഞ്ചിനീയർ ആണല്ലോ. എന്താണ്? അപ്പോൾ ഞങ്ങളുടെ പിതാവ് നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവിടെ ചെന്ന് പ്രസന്റേഷൻ എല്ലാം കൊടുക്കുകയും അവസാനം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് വന്നത്. അന്ന് കാലത്ത് വരെ സിഗരറ്റ് വലിച്ചിട്ട് പിന്നെ ദൈവസന്നിധിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നുവെന്ന്. അതേ പിതാവ് മാറുവാൻ ഇടയായി, മാനസാന്തരപ്പെട്ടു, പഴയ ജീവിതത്തെ ഉപേക്ഷിച്ചു, പുതിയ ജീവിതം പ്രാപിക്കാൻ ഇടയായി. അപ്പോൾ ആ വിഷയം അറിഞ്ഞ ദേവദാസൻ വീണ്ടും വീട്ടിലേക്ക് വരുവാൻ ഇടയായി. അപ്പോൾ ഞങ്ങൾ എന്തോ വിചാരിച്ചു, ഇപ്പോൾ അങ്ങ് മാനസാന്തരപ്പെട്ടെന്ന് അറിഞ്ഞിരിക്കുന്നു, അങ്ങ് മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുന്നുവല്ലോ, സിഗരറ്റ് വലി ഉപേക്ഷിച്ചിരിക്കുന്നുവല്ലോ, അങ്ങ് ഞങ്ങളുടെ സഭയിൽ വന്നിട്ട് സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ സഭയിൽ ഒരുപാട് മദ്യപാനികളുണ്ട്, സിഗരറ്റ് വലിക്കുന്ന വ്യക്തികൾ ഉണ്ട്, ചീട്ട് കളിക്കുന്ന ആളുകളുണ്ട്, ഇവരെല്ലാം മാനസാന്തരപ്പെടുവാനിടയാകുമെന്ന് പറഞ്ഞു. ചർച്ചിൽ എങ്ങനെയുള്ള വ്യക്തികളാണ്? ഇവിടെയും അങ്ങനെയുള്ള വ്യക്തികളുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, പോകുമ്പോൾ മാത്രം അങ്ങനെ ആയിരിക്കരുത്. എന്താണ്? ആരോ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് രോഗം, എന്ത് രോഗം, എന്ത് രോഗമെന്ന് ഓരോരുത്തരോട് ചോദിച്ചു പോയി. എന്നിട്ട് പറയുകയാണ്, ഇതൊരു വേസ്റ്റ് ഹോസ്പിറ്റലാണ്, എല്ലാവർക്കും ഇവിടെ അസുഖമാണെന്ന് പറഞ്ഞിട്ട് പോകുവാൻ ഇടയായി. ഇത് നല്ല ഹോസ്പിറ്റൽ അല്ല എന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ രോഗികളല്ലാതെ പിന്നെ ആരോഗ്യമുള്ളവരാണ് ഉണ്ടാകുന്നത്. എന്നാൽ അവർ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് അവർ വീണ്ടും രോഗികളായി പോകുന്നുവെങ്കിൽ തീർച്ചയായും അത് നല്ല ഒരു ഹോസ്പിറ്റൽ അല്ലെന്ന് പറയുവാൻ കഴിയും. എന്നാൽ അവർ അഡ്മിറ്റായി 2-3 ദിവസം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു പോകുന്നുണ്ടെങ്കിൽ, രോഗവുമായി വന്നെങ്കിലും സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോകുന്നെങ്കിൽ അത് തീർച്ചയായും നല്ല ഹോസ്പിറ്റലാണ്. ചർച്ചും അങ്ങനെയാണ്. ചർച്ചിലുള്ള എല്ലാ ആളുകളും 100% പരിശുദ്ധർ അല്ല. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമം നടത്തുന്നവരാണ്. കർത്താവിനെ പോലെ ആകുവാൻ ശ്രമിക്കുന്നവർ ആണ്. ചില സന്ദർഭങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ ഏതോ ഒരു ചീത്ത സ്വഭാവങ്ങൾ വരുന്നു. നല്ല വിശ്വാസികൾ തന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനിടയാകും, വീണുപോകാനിടയാകും. എന്നാൽ അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, ദൈവവചനം കേട്ട് കഴിയുമ്പോൾ, വചനത്തിൽ കൂടി ശാസിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ കൂടി ശുദ്ധീകരിക്കപ്പെട്ട് മാനസാന്തരപ്പെടുമ്പോൾ, അതാണ് നല്ല സഭ, പരിശുദ്ധാത്മാവിൻ്റെ ക്രിയകൾ നടക്കുന്ന സഭ, പരിശുദ്ധാത്മാവ് നമ്മെ പണിയുന്നതായ സഭ. അതാണ് സഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ് പറയാനിടയായി, നിങ്ങളെ തികഞ്ഞവരാക്കി ക്രിസ്തുവിൻ്റെ മുൻപിൽ നിർത്തണം എന്ന്. പൗലോസ് ഇന്നുള്ള ആളുകളെ പോലെ പ്രസംഗിച്ചിട്ട് പോകുന്നവനായിരുന്നില്ല. പ്രസംഗിച്ച ആളുകളെ സ്ഥിരപ്പെടുത്തണമെന്ന്, ഉപദേശം കേട്ടവർ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടണമെന്നും, തൻ്റെ പ്രസംഗം കേട്ട എല്ലാവരും അവർ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ ക്രിസ്തുവിൻ്റെ മുൻപിൽ തികഞ്ഞവരായി നിൽക്കണം എന്ന്, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എഫേസ്യർക്ക് എഴുതിയതായ ലേഖനം 3-ാമത്തെ അധ്യായം 14-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തു എന്ന്
സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊരു പ്രാർത്ഥനയാണെന്ന് നോക്കുക. ഈ കാലത്ത് എന്നെപ്പോലെയുള്ള ദൈവദാസന്മാർക്ക് വരുന്ന പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, BP കുറയ്ക്കണമേ ദൈവമേ, തൈറോയ്ഡ് നീ കുറയ്ക്കണമേ, ഡയബറ്റിക് പേഷ്യൻസിനെ സുഖം കൊടുക്കണമേ ദൈവമേ, തലവേദന നീ മാറ്റണമേ, നടുവേദന മാറ്റണമേ, രക്തധമനികളിലേക്ക് നിന്റെ ശക്തിയെ അയച്ചിട്ട് സ്ട്രോക്ക് വന്ന ആളുകൾക്ക് സൗഖ്യം നീ കൊടുക്കണമേ, കടഭാരത്താലായിരിക്കുന്ന കർത്താവേ നല്ലൊരു ജോലി ഇല്ല ദൈവമേ, അത് നൽകണമേ ഇത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥന നോക്കൂ, എത്ര ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. പൗലോസ് ചെയ്ത പ്രാർത്ഥന നോക്കിയാൽ ഇഹലോകത്തിനു വേണ്ടി ഉള്ളതായ കാര്യവും നശ്വരമായ കാര്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അവൻ ചെയ്തിട്ടേയില്ല. എത്ര നിലവിളിച്ചാലും യാതൊരു പ്രയോജനവുമില്ല. യേശുവിനെ അറിയാത്ത വ്യക്തികളെക്കാൾ, സുവിശേഷം കേൾക്കാത്തതായ വ്യക്തികളെക്കാൾ സുവിശേഷം കേൾക്കുകയും യേശുവിനെ അറിയുകയും ചെയ്യുന്നവരായിരിക്കും നരകത്തിൽ കൂടുതൽ പേരും. അത് നിങ്ങൾക്കറിയാമോ? ഒട്ടും പ്രാർത്ഥിക്കാത്തതായ വ്യക്തികളെക്കാൾ പുറമെ പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യാത്ത വ്യക്തികളായിരിക്കും കൂടുതലുള്ളത്. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു സുവിശേഷം കേൾക്കാത്തവരെ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് ന്യായം വിധിക്കുമെന്നാണ്. സുവിശേഷം കേട്ടിട്ടും അത് അനുസരിക്കാത്തവർക്ക് ഭയങ്കരമായ ശിക്ഷ ഉണ്ടായിരിക്കും. ഭയത്തോടുകൂടി അവിടെ വന്ന് ചോദിച്ചു, ഞങ്ങളുടെ മെത്തഡിസ്റ്റ് ആൾക്കാർ ഇവിടെയുണ്ടോ? ഉണ്ട്. സ്വർഗത്തിൽ പോകാതെ ഇവിടേക്ക് വന്നോ അവർ? അയ്യോ, ബാപ്റ്റിസ്റ്റുകാർ ഉണ്ടോ? ഉണ്ട്. എല്ലാ സഭക്കാരുടെയും പേര് ചോദിച്ചു, അവരെല്ലാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും ജോൺ വെസ്ലിക്ക് മനസ്സിലായില്ല. എന്താണ് കർത്താവേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. എത്രയോ ദൈവദാസന്മാർ, എത്രയോ സഭകൾ സ്ഥാപിച്ചു, എത്രയോ പ്രസംഗങ്ങൾ ചെയ്തു, എത്രയോ ആളുകളെ രക്ഷിക്കപ്പെടുത്തി. അവരെല്ലാം സ്വർഗത്തിൽ കാണുന്നില്ല, നരകത്തിൽ കാണുന്നുണ്ട്. എന്താണ് കർത്താവേ ഇങ്ങനെയെന്ന് ചോദിച്ചെങ്കിൽ മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും സ്വർഗം വരുവാനിടയായി. അവിടെ ചെന്നതായ സമയത്ത് ഗംഭീരമായ സ്വരം കേൾക്കുകയാണ്, കർത്താവിനെ ആരാധിക്കുന്നതായ സ്വരം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ, പരിശുദ്ധൻ 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 പരിശുദ്ധൻ. അങ്ങനെ ഗാനപ്രതിഗാനം കേട്ടപ്പോൾ വീണ്ടും അവിടെ നിന്നു. എന്താണിവിടെ? അവിടെ ആരുമില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇത്രമാത്രം ശബ്ദം ഇവിടെ നിന്ന് കേൾക്കുന്നു. ഇവിടെ ആരാധിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് ചോദിക്കാനിടയായി. അപ്പോൾ ആ ദൂതൻ പറയുകയുണ്ടായി, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങളെ കഴുകിയ വ്യക്തികൾ എല്ലാവരും ഇവിടെയുണ്ട് എന്ന്. ഇതിനു മുൻപ് ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. നീ മുമ്പ് എന്താണ് ചോദിച്ചത്? ഇതിനു മുമ്പ് എന്താണ് ചോദിച്ചത്? നിങ്ങളുടെ സഭയുടെ പേരാണ് ചോദിച്ചത്. ഞങ്ങൾക്കെങ്ങനെ അറിയാം നിങ്ങളുടെ സഭയുടെ പേര് ഈ സ്വർഗത്തിൽ? ഞങ്ങൾക്ക് ഒരുവനെ മാത്രമേ അറിയുകയുള്ളൂ. ആരാണത്? നസ്രേനായ യേശു ക്രിസ്തു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനായ കർത്താവ്, മനുഷ്യന്റെ സകല പാപത്തിനു വേണ്ടിയും ക്രൂശിൽ ബലിയാടായി തീർന്നതായ കർത്താവ്, മരണത്തിന്റെ അധികാരിയായവനെ മരണത്താൽ തന്നെ ജയിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആളുകളാണ് ഉള്ളത്. നീ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണോ? അപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങളുടെ സഭക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകുമെന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞാലും വിശ്വസിക്കരുത്. എപ്പോഴാണോ ജോൺ വെസ്ലിക്ക് മനസ്സിലായത്, എപ്പോഴാണോ എനിക്കത് മനസ്സിലായത്? ഇവിടെ പറഞ്ഞ എല്ലാ സഭകളിലേക്കും ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഭാഭേദങ്ങൾ എനിക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ സമ്പ്രദായങ്ങൾ പ്രസംഗിക്കില്ല, ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്, ഉപദേശമാണ് പ്രസംഗിക്കാറുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എല്ലാ സഭക്കാരും എന്നെ വിളിക്കുമായിരുന്നു. എല്ലാ സഭകളിലും പോയിട്ടുണ്ട്. എല്ലാ സഭകളിലേക്കും, ഞങ്ങളുടെ സഭയിലേക്ക് വന്ന് മീറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകുമായിരുന്നു. ഞങ്ങളുടെ സഭയിൽ വന്നിട്ട് യുവജനങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സഭയിലേക്ക് എന്നെ വിളിച്ചു. അവരെന്നെ ക്ഷണിക്കുവാനിടയായി. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, തെറ്റായി പഠിപ്പിക്കുന്ന ഈ സഭയിൽ ഞാൻ എങ്ങനെയാണ് ചെന്ന് പ്രസംഗിക്കേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, അവിടെ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും അവിടേക്ക് പോകണം. നീ അവിടെ ചെന്നിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും എൻ്റെ ശക്തിയെക്കുറിച്ചും പ്രസംഗിക്കൂ. നീ ഇത് പറയുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് പറയേണ്ടത്? അങ്ങനെ ദൈവം അവിടേക്ക് വിട്ടു. അവിടെ ചെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇന്ന സഭ ശരിയല്ല എന്ന് പറയുന്ന സഭകളിൽ പോലും നല്ല വിശ്വാസികളെ കാണുവാൻ കഴിയും. ഹൃദയം നുറുങ്ങിയതായ ആളുകളെ കാണുവാൻ കഴിയും. പ്രാർത്ഥനാ മനുഷ്യരെ, നല്ല വിശ്വാസികളെ കാണുവാൻ കഴിയും. ഇത് വളരെ നല്ല സഭയാണ്, വളരെ ഡിസിപ്ലിനുള്ള അച്ചടക്കമുള്ള സഭയാണ് എന്ന് പറയുന്ന സഭയിൽ പോലും ചില യൂദാ ഇസ്കരിയോത്തുമാരെ കാണാം.
ഗേഹസികളെ കാണാം. എവിടെയാണ് യൂദാ ഇസ്കര്യോത്ത് എവിടെയാണ് കാണപ്പെടുന്നത്? ലോകരക്ഷകനായ കർത്താവിൻ്റെ അടുക്കലാണ് നിൽക്കുന്നത്. എന്നാൽ മാനസാന്തരപ്പെട്ടില്ല. ഗേഹസി എവിടെ നിൽക്കുന്നു? 2 ഇരട്ടി ആത്മശക്തി പ്രാപിച്ച ദൈവദാസനായിരിക്കുന്ന എലീശയുടെ അടുക്കലാണ് നിൽക്കുന്നത്. ഇവനപ്പോൾ 4 ഇരട്ടി ആത്മശക്തിയാണല്ലോ പ്രാപിക്കേണ്ടത്. അവന്റെ കണ്ണ് പൊന്നിലും വെള്ളിയിലുമായിരുന്നു. സഭ അതുകൊണ്ട് നമ്മെ ഒരിക്കലും മാറ്റില്ല. സഭയിലായതുകൊണ്ട് നമുക്ക് മാറ്റമുണ്ടാകില്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തു വരുവാൻ അനുവദിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വരുമ്പോഴേ നമുക്ക് പരിവർത്തനമുണ്ടാകൂ. ലോകത്തിലുള്ള എല്ലാ സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ്. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്തെ പണിയണമേ ദൈവമേ. എന്നെ ഒരു നല്ല വിശ്വാസിയാക്കി നീ മാറ്റണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. സഭ ഇടയനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയിൽ സ്നേഹം നൽകണമേ, ഐക്യത നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം നൽകണമേ, ഐക്യത നൽകണമേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയപ്പെട്ടവരെല്ലാം തന്നെ സ്വർഗീയ കുടുംബത്തിൽപ്പെട്ടവരാണെന്നും ഈ സ്വർഗീയ കുടുംബത്തിൽ ഞങ്ങൾക്കും ആയിരിക്കുവാൻ, നിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ വ്യക്തികളും വായ് തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നോക്കണമേ. ഒരിക്കൽ കൂടി നിന്റെ മക്കളെ ദർശിക്കണമേ. ഞങ്ങൾ കുടുംബം വേറെയാണെങ്കിലും ഞങ്ങളുടെ സഭ വേറെയാണെങ്കിലും ഞങ്ങൾ സ്വർഗീയ കുടുംബത്തിലാകുന്നു എന്ന്, ഞങ്ങൾ സ്വർഗീയ പിതാവിന്റെ മക്കൾ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ ഐക്യത നൽകണമേ. ഞങ്ങളിൽ സ്നേഹം നൽകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങൾ വിശുദ്ധരായിരിപ്പിനെന്ന് പറയുന്നു. സ്വർഗീയ അപ്പന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നതായ ഞങ്ങൾ യേശു ക്രിസ്തുവിലുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബത്തെ നന്നാക്കണമേ. ഞങ്ങളുടെ സഭകളെ നന്നാക്കണമേ. ഒരേ സ്നേഹം, ഒരേ ആഗ്രഹം, ഒരേ ഒരു ലക്ഷ്യം നിന്റെ നാമം അറിയുന്നവർക്കെല്ലാം കൊടുക്കണമേ. നീ വേഗത്തിൽ രാജാതിരാജാവായി വരുന്നത് കൊണ്ട് നിന്നിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുവാൻ, മണവാട്ടി സഭയായിട്ട് വസ്ത്രാലങ്കാരം ധരിച്ച് നിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.